Hello friends, hope all are you great and safe at home. It's me Shalom with you. നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് കുറച്ച് യൂസേജുകളാണ്. ലെറ്റ്സ് ഗെറ്റിംഗ് ടു ദ എക്സാമ്പിൾ. അതിൽ ഒന്നാമത്തെ സംഗതി യൂസ്ഡ് ടു. യൂസ് എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ഉപയോഗിക്കുക. ഐ യൂസ്ഡ് മൈ കാർ ടു ട്രാവൽ. ഞാൻ യാത്ര ചെയ്യാൻ എൻ്റെ കാറ് ഉപയോഗിച്ചു. ഐ യൂസ്ഡ് സോപ്പ് ടു വാഷ്. ഞാൻ കഴുകാൻ സോപ്പ് ഉപയോഗിച്ചു. യൂസ്ഡ്. ഇവിടെ യൂസ്ഡ് ടു എന്ന് പറഞ്ഞൊരു സാധനം വരുമ്പം അത് ആകെ മാറും. അതിൻ്റെ മീനിങ് ഒരു പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനാണ്. പണ്ട് ഭൂതകാലത്തിൽ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം. മുമ്പ് അങ്ങനെ ചെയ്തിരുന്നു, ഇപ്പോൾ അല്ല. അതിനാണ് യൂസ്ഡ് ടു യൂസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ എക്സാമ്പിൾ ഡയറക്റ്റ്ലി. ഐ യൂസ്ഡ് ടു പ്ലേ ക്രിക്കറ്റ് എവ്രി വീക്കെൻഡ്. എല്ലാ വാരാവസാനവും, എല്ലാ ആഴ്ചയുടെ അവസാന ദിവസവും ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കളിക്കുന്ന കാര്യമല്ല, പണ്ട് കളിക്കാറുണ്ടായിരുന്നു, അത് പറയാം. പഴയ കാലത്തെ ശീലം. ഹി യൂസ്ഡ് ടു ലിവ് ഇൻ മുംബൈ. അവൻ മുംബൈയിൽ താമസിച്ചിരുന്നു. വി യൂസ്ഡ് ടു വിസിറ്റ് അവർ ഗ്രാൻഡ് പാരൻസ് എവ്രി സമ്മർ. ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ മുത്തശ്ശിയെയും മുത്തശ്ശനെയും ഒക്കെ എല്ലാ വേനൽക്കാലത്തും സന്ദർശിക്കാറുണ്ടായിരുന്നു തുടർച്ചയായിട്ട്. ഹി യൂസ്ഡ് ടു ബി വെരി ഷൈ ഇൻ സ്കൂൾ. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അവൻ വളരെ നാണം കുണുങ്ങിയായിരുന്നു. ദേ യൂസ്ഡ് ടു ഹാവ് എ ഡോഗ് നെയ്മഡ് ബ്രൂണോ. അവർക്ക് ബ്രൂണോ എന്ന് പേരുള്ള ഒരു പട്ടി അവർക്കുണ്ടായിരുന്നു. അവരതൊക്കെ ആയിട്ട് എൻഗേജ് ആവാറുണ്ടായിരുന്നു. മൈ ഫാദർ യൂസ്ഡ് ടു റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി. എൻ്റെ അച്ഛൻ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ടായിരുന്നു. പഴയ ശീലമാണ്, ഇപ്പോൾ വായിക്കലല്ലോ കേട്ടോ, പഴയ ഒരു ശീലം പറയാണ്. ഐ യൂസ്ഡ് ടു ഈറ്റ് എ ലോട്ട് ഓഫ് ജങ്ക് ഫുഡ്. എനിക്ക് കണ്ടമാനം ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന ഹാബിറ്റ് ഉണ്ടായിരുന്നു, വാരി വലിച്ച് തിന്നുന്നത് പണ്ട്. ഷീ യൂസ്ഡ് ടു റൈറ്റ് പോംസ് ഇൻ കോളേജ്. അവൾ കോളേജിൽ പഠിക്കുമ്പോൾ കവിതകളൊക്കെ എഴുതാറുണ്ടായിരുന്നു. വി യൂസ്ഡ് ടു ട്രാവൽ ബൈ ട്രെയിൻ. ഞങ്ങൾ പണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ടായിരുന്നു തുടർച്ചയായി, പതിവായി. ഹി യൂസ്ഡ് ടു വർക്ക് ലേറ്റ് അവേഴ്സ്. വളരെ വൈകി അവൻ ജോലി ചെയ്യാറുണ്ടായിരുന്നു. ദർ യൂസ്ഡ് ടു ബി എ ബിഗ് ട്രീ ഹിയർ. ഇവിടെ ഒരു വലിയ മരമുണ്ടായിരുന്നു. ദേ യൂസ്ഡ് ടു ആർഗ്യൂ എലോട്ട്. അവർ പരസ്പരം ഒരുപാട് വാദിക്കാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ബി അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക്. എനിക്ക് ഇരുട്ടിനെ പണ്ട് ഭയങ്കര പേടിയായിരുന്നു. ഇരുട്ടിനെ പേടിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഷീ യൂസ്ഡ് ടു സിങ് ഇൻ സ്കൂൾ ചോയർ. സ്കൂൾ പരിപാടികളിൽ തുടർച്ചയായിട്ട് അവൾ പാടാറുണ്ടായിരുന്നു. വി യൂസ്ഡ് ടു സ്റ്റേ അപ്പ് ലേറ്റ് വാച്ചിങ് മൂവീസ്. രാത്രിയൊക്കെ സിനിമ കണ്ട് വൈകി കിടന്നിട്ട് പതിവായിട്ട് ഞങ്ങൾ എണീക്കാൻ നേരം വൈകാറുണ്ടായിരുന്നു. ഹി യൂസ്ഡ് ടു ഗോ ജോഗിങ് എവ്രി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ അവൻ ജോഗിങ്ങിന് പോകാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ഹേറ്റ് വെജിറ്റബിൾസ്. എനിക്ക് പണ്ട് പച്ചക്കറി ഭയങ്കര വെറുപ്പായിരുന്നു, ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല. ഷീ യൂസ്ഡ് ടു വെയർ ഗ്ലാസസ്. അവൾ കണ്ണട വെക്കാറുണ്ടായിരുന്നു. ദേ യൂസ്ഡ് ടു ലിവ് ഇൻ ദാറ്റ് ഹൗസ്. അവർ ആ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. മൈ ബ്രദർ യൂസ്ഡ് ടു കളക്ട് സ്റ്റാമ്പ്സ്. എൻ്റെ സഹോദരന് സ്റ്റാമ്പ് സൂക്ഷിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്നുമില്ല, ഒരു പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. പഴയ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു. ഐ യൂസ്ഡ് ടു സ്മോക്ക്. ഞാൻ പുക വലിച്ചിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഒരു പാസ്റ്റ് ഹാബിച്വൽ ആക്ഷന് പറയാനാണ് യൂസ്ഡ് ടു യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വുഡ് ലൈക്ക് എന്ന് പറഞ്ഞൊരു സാധനം. എനിക്കിഷ്ടപ്പെടുന്നു, താല്പര്യപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഐ വുഡ് ലൈക്ക് ടു ഓർഡർ എ കോഫി. ഞാനൊരു കോഫി ഓർഡർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഷീ വുഡ് ലൈക്ക് ടു വിസിറ്റ് പാരീസ്. അവൾ പാരീസ് സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നു, താല്പര്യപ്പെടുന്നു. ദേ വുഡ് ലൈക്ക് ടു ജോയിൻ അസ് ഫോർ ഡിന്നർ. നമ്മുടെ കൂടെ രാത്രി ഭക്ഷണത്തിന് അവരും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, താല്പര്യപ്പെടുന്നു. ഹി വുഡ് ലൈക്ക് ടു സ്പീക്ക് വിത്ത് യു. അവൻ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. വി വുഡ് ലൈക്ക് ടു ടേക്ക് എ ബ്രേക്ക്.
നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു, താല്പര്യപ്പെടുന്നു. ഐ വുഡ് ലൈക്ക് ടു ലേൺ സ്വിമ്മിങ്. ഞാൻ നീന്തം പഠിക്കാൻ താല്പര്യപ്പെടുന്നു. ഷീ വുഡ് ലൈക്ക് ടു മീറ്റ് ദ പ്രിൻസിപ്പാൾ. അവൾക്ക് പ്രിൻസിപ്പാളിനെ കാണാൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. ഹീ വുഡ് ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ. അവൻ ഒരു ഡോക്ടറായി തീരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു. ദേ വുഡ് ലൈക്ക് ടു ട്രാവൽ ദ വേൾഡ്. ലോകം ചുറ്റി സഞ്ചരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. ഐ വുഡ് ലൈക്ക് ടു ബൈ എ ന്യൂ ഫോൺ. ഒരു പുതിയ ഫോൺ വാങ്ങാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഷീ വുഡ് ലൈക്ക് ടു ട്രൈ ദാറ്റ് ഡ്രസ്. ആ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നു. വി വുഡ് ലൈക്ക് ടു വാച്ച് ദ മൂവി. സിനിമ കാണാൻ നമ്മൾ താല്പര്യപ്പെടുന്നു. ഹീ വുഡ് ലൈക്ക് ടു റീഡ് ദാറ്റ് ബുക്ക്. ആ പുസ്തകം വായിക്കാൻ അവൻ താല്പര്യപ്പെടുന്നു. ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു. നിങ്ങളെ നന്ദി പറയാൻ, കൃതജ്ഞത അറിയിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, താല്പര്യപ്പെടുന്നു. ദേ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് അസ്. നമ്മളെ സഹായിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. ഷീ വുഡ് ലൈക്ക് ടു അഡോപ്റ്റ് എ കാറ്റ്. അവൾ ഒരു പൂച്ചയെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ പൂച്ചയെ ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നു. അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ദത്തെടുക്കാൻ അർത്ഥം, പൂച്ചനെ വാങ്ങിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ. ഹീ വുഡ് ലൈക്ക് ടു കുക്ക് ഡിന്നർ. അവൻ രാത്രി ഭക്ഷണം പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. വി വുഡ് ലൈക്ക് ടു വളണ്ടിയർ. ഞങ്ങളൊക്കെ വളണ്ടിയർ സേവനം ചെയ്യാൻ അല്ലെങ്കിൽ വളണ്ടിയർ ആവാൻ താല്പര്യപ്പെടുന്നു. ഐ വുഡ് ലൈക്ക് ടു ടേക്ക് എ ഡേ ഓഫ്. ഞാൻ ഒരു ദിവസം ഓഫ് എടുക്കാൻ ഇഷ്ടപ്പെടുന്നു, വിചാരിക്കുന്നു. ഷീ വുഡ് ലൈക്ക് ടു ജോയിൻ ദ ക്ലാസ്. അവൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. വുഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നു. ഐ വുഡ് ലൈക്ക് ടു ഗോ ദർ. ഐ വുഡ് ലൈക്ക് ടു കം ദർ. ഐ വുഡ് ലൈക്ക് ടു പ്ലേ. ആ വുഡ് ലൈക്ക് കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉണ്ടാവുക. വുഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു, താല്പര്യപ്പെടുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഐ വുഡ് ലൈക്ക് ടു ഗോ ദർ. ഞാൻ അവിടെ പോകാൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആണ്. നോട്ട് ഓൺലി ബട്ട് ആൾസോ. മാത്രമല്ല ഇങ്ങനെയും എന്നുള്ള അർത്ഥത്തിൽ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ എക്സാമ്പിൾ. ഷീ ഈസ് നോട്ട് ഓൺലി സ്മാർട്ട് ബട്ട് ആൾസോ ഹാർഡ് വർക്കിംഗ്. അവൾ കേവലം ഭയങ്കര സ്മാർട്ട് മാത്രമല്ല, അതുപോലെ തന്നെ കഠിനാധ്വാനിയുമാണ്. ഷീ ഈസ് നോട്ട് ഓൺലി സ്മാർട്ട് ബട്ട് ആൾസോ ഹാർഡ് വർക്കിംഗ്. ഹീ നോട്ട് ഓൺലി സിങ്സ് ബട്ട് ആൾസോ ഡാൻസസ് വെൽ. കേവലം പാട്ട് പാടുക മാത്രമല്ല അവൻ ചെയ്യുക, അതുപോലെ തന്നെ ഡാൻസ് ചെയ്യുകയും ചെയ്യും. ദ മൂവി വാസ് നോട്ട് ഓൺലി ലോങ് ബട്ട് ആൾസോ ബോറിങ്. സിനിമ ദൈർഘ്യമുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഭയങ്കര ബോറുമായിരുന്നു. ദേ നോട്ട് ഓൺലി ക്ലീൻഡ് ദ റൂം. അവർ റൂം വൃത്തിയാക്കിയത് മാത്രമല്ല, ബട്ട് ആൾസോ ഡെക്കറേറ്റഡ് ഇറ്റ്. അത് അലങ്കരിക്കുക കൂടി ചെയ്തു. ഐ നോട്ട് ഓൺലി മെറ്റ് ദ ആക്ടർ ബട്ട് ആൾസോ ടുക്ക് എ ഫോട്ടോ വിത്ത് ഹിം. ഞാൻ ജസ്റ്റ് കേവലം സിനിമ തന്നെ കണ്ടത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുകയും കൂടി ചെയ്തു. ദ ഫുഡ് വാസ് നോട്ട് ഓൺലി ടേസ്റ്റി ബട്ട് ആൾസോ ഹെൽത്തി. ഭക്ഷണം ടേസ്റ്റി ആയിരുന്നു എന്ന് മാത്രമല്ല, അങ്ങേയറ്റം ഹെൽത്തി ആയിരുന്നു. ഹി നോട്ട് ഓൺലി പാസ്ഡ് ദ എക്സാം ബട്ട് ആൾസോ ടോപ്പ്ഡ് ദ ക്ലാസ്. അവൻ പരീക്ഷയിൽ പാസ്സായെന്ന് മാത്രമല്ല, ക്ലാസ്സിൽ അവൻ ടോപ്പറാവുകയും കൂടി ചെയ്തു. ബട്ട് ആൾസോ. ഷീ നോട്ട് ഓൺലി ടീച്ചസ് മാത്സ് ബട്ട് ആൾസോ സയൻസ്. മാത്സ് മാത്രമല്ല സയൻസും അവൾ എന്താക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. വി നോട്ട് ഓൺലി വിസിറ്റഡ് ദ മ്യൂസിയം ബട്ട് ആൾസോ ദ സൂ. നമ്മൾ കേവലം മ്യൂസിയം മാത്രമല്ല സന്ദർശിച്ചത്, സൂവും മൃഗശാലയും നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. ഹി നോട്ട് ഓൺലി സ്റ്റഡീസ് അറ്റ് നൈറ്റ് ബട്ട് ആൾസോ ഇൻ ദ ഏർലി മോർണിംഗ്. അവൾ രാത്രി മാത്രമല്ല ഉറക്കമൊഴിച്ച് പഠിക്കുന്നത്, രാവിലെയും അവൻ പഠിക്കുന്നുണ്ട്. ഷീ നോട്ട് ഓൺലി സ്പീക്സ് ഇംഗ്ലീഷ് ബട്ട് ആൾസോ ഫ്രഞ്ച്. ഇംഗ്ലീഷ് മാത്രമല്ല അവൾ സംസാരിക്കുന്നത്, അതേപോലെ തന്നെ ഫ്രഞ്ചും സംസാരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് മാത്രമല്ല ഫ്രഞ്ചും സംസാരിക്കും. ദേ നോട്ട് ഓൺലി പെയിൻറ്റഡ് ദ വാൾ. ചുമരുമേൽ അവർ പെയിൻ്റ് അടിച്ചത് മാത്രമല്ല, ബട്ട് ആൾസോ ഫിക്സഡ് ദ ഡോർ. അതിൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ആ ഡോറ് ശരിയാക്കുകയും ചെയ്തിട്ടുണ്ട്, വാതിൽ. ഐ നോട്ട് ഓൺലി ലോസ്റ്റ് മൈ ഫോൺ ബട്ട് ആൾസോ മൈ വാലറ്റ്. എൻ്റെ പേഴ്സ് മാത്രമല്ല എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ ഫോണ് മാത്രമല്ല നഷ്ടപ്പെട്ടു, എൻ്റെ പേഴ്സും എനിക്ക് നഷ്ടപ്പെട്ടു. ദ കാർ ഈസ് നോട്ട് ഓൺലി ഫാസ്റ്റ് ബട്ട് ആൾസോ ഫ്യൂൽ എഫിഷ്യൻറ്റ്. ഈ കാറ് സ്പീഡുണ്ട്, അല്ലെ വേഗത്തിൽ പോകാം എന്നുള്ളത് മാത്രമല്ല, ഇത് നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്, അതായത് അത്യാവശ്യം മൈലേജൊക്കെ ഉണ്ട്. ഷീ നോട്ട് ഓൺലി ബേക്സ് കേക്ക്സ് ബട്ട് ആൾസോ ഡെക്കറേറ്റ്സ് ദം. കേവലം കേക്ക് ഉണ്ടാക്കുകയല്ല അവൾ ചെയ്യുന്നത്, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് അലങ്കരിക്കുകയും ചെയ്യുന്നുണ്ട്.
ഹീ ഈസ് നോട്ട് ഓൺലി വർക്ക്സ് ഫുൾ ടൈം ബട്ട് ആൾസോ സ്റ്റഡീസ് പാർട്ട് ടൈം. അദ്ദേഹം ഫുൾ ടൈം ജോലി ചെയ്യുക മാത്രമല്ല പിന്നെ പാർട്ട് ടൈം ആയിട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ദ ഹോട്ടൽ വാസ് നോട്ട് ഓൺലി അഫോർഡബിൾ ബട്ട് ആൾസോ കംഫോർട്ടബിൾ. നമുക്ക് അഫോർഡബിൾ മാത്രമായിരുന്നില്ല ഹോട്ടൽ, നമുക്കത് കംഫോർട്ടബിൾ ആയിരുന്നു. അതായത് ഹോട്ടലിലെ പേയ്മെൻ്റ് ഒക്കെ നമുക്ക് താങ്ങുന്നത് മാത്രമായിരുന്നു എന്ന് മാത്രമല്ല, നമുക്കവിടെ ഇഷ്ടപ്പെട്ടിരുന്നു. ഈസ് നോട്ട് ഓൺലി പ്ലേസ് ഗിറ്റാർ ബട്ട് ആൾസോ റൈറ്റ് സോങ്സ്. അവൻ കേവലം ഗിത്താർ വായനക്കാരൻ മാത്രമല്ല, അത്യാവശ്യം പാട്ടൊക്കെ എഴുതും. അതുപോലെ വി നോട്ട് ഓൺലി സോ ദ സൺസെറ്റ് ബട്ട് ആൾസോ ദ സൺറൈസ്. ഞങ്ങൾ സൂര്യാസ്തമയം മാത്രമല്ല കണ്ടത്, ഞങ്ങൾ സൂര്യോദയവും കണ്ടു. ഷീ നോട്ട് ഓൺലി കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ് ബട്ട് ആൾസോ പ്രസൻറ്റഡ് ഇറ്റ്. ആ പ്രൊജക്റ്റ് പൂർത്തിയാക്കുക മാത്രമല്ല അവൾ ചെയ്തത്, അത് അവതരിപ്പിക്കുകയും ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഐദർ ഓർ, ഒന്നുകിൽ അല്ലെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഒന്നുകിൽ പഠിക്കണം അല്ലെങ്കിൽ പണിക്ക് പോകണം എന്നൊക്കെ പറയല്ലോ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ എക്സാമ്പിൾ. യു ക്യാൻ ഐദർ സ്റ്റേ ഹോം ഓർ കം വിത്ത് അസ്. ഒന്നുകിൽ നിങ്ങൾക്ക് വീട്ടിലിരിക്കാം അല്ലെങ്കിൽ നമ്മളെ കൂടെ വരാം. ഐദർ യു അപ്പോളജൈസ് ഓർ ലീവ്. ഒന്നുകിൽ നീ ക്ഷമാപണം നടത്തും അല്ലെങ്കിൽ പോയിക്കോ. വി ക്യാൻ ഐദർ ഗോ ഷോപ്പിംഗ് ഓർ വാച്ച് എ മൂവി. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, പുറത്ത് ഷോപ്പിങ്ങിന് പോകാം അല്ലെങ്കിൽ ഒരു സിനിമ കാണാം. ഐദർ ഓർ. ഹീ വിൽ ഐദർ കാൾ ടുഡേ ഓർ ടുമാറോ. അവൻ ഒന്നുകിൽ ഇന്ന് വിളിക്കും അല്ലെങ്കിൽ നാളെ വിളിക്കും. ഷീ ക്യാൻ ഐദർ വെയർ ദ റെഡ് ഡ്രസ് ഓൺ ദ ബ്ലൂ വൺ ഓർ ദ ബ്ലൂ വൺ. ഓക്കെ, അവർക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ചുവന്ന ഡ്രസ്സ് ഇടാം അല്ലെങ്കിൽ നീല ഡ്രസ്സ് ഇടാം. ഐദർ യു കുക്ക് ഓർ ഐ വിൽ. ഒന്നുകിൽ നീ പാചകം ചെയ്യോ അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം. യു ക്യാൻ ഐദർ ടേക്ക് ദ ബസ് ഓർ ദ ട്രെയിൻ. ഒന്നുകിൽ നിങ്ങൾക്ക് ബസ്സിൽ പോവാം അല്ലെങ്കിൽ ട്രെയിനിൽ പോവാം. ഐദർ ജോൺ ഓർ ഡേവിഡ് ഈസ് റെസ്പോൺസിബിൾ. ജോണോ ഡേവിഡോ ആരെങ്കിലും ഒരാൾ ഉത്തരവാദിയാണ്. വി മസ്റ്റ് ഐദർ ആക്സെപ്റ്റ് ദ ഓഫർ ഓർ റിജക്റ്റ് ഇറ്റ്. ഒന്നുകിൽ നിങ്ങൾ ആ ഓഫർ അംഗീകരിക്കണം അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യണം. യു ക്യാൻ ഐദർ ഡ്രിങ്ക് ടീ ഓർ കോഫി. ഒന്നുകിൽ നിങ്ങൾക്ക് ചായ കുടിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കോഫി കുടിക്കാം. ഐദർ കം ഏർലി ഓർ ഡോണ്ട് കം അറ്റ് ഓൾ. ഒന്നുകിൽ നിങ്ങൾക്ക് നേരത്തെ വരാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക, തീരെ വരാതിരിക്കാം. വി വിൽ ഐദർ വിസിറ്റ് ദ മ്യൂസിയം ഓർ ദ പാർക്ക്. ഒന്നുകിൽ നമ്മൾ മ്യൂസിയം സന്ദർശിക്കും അല്ലെങ്കിൽ പാർക്ക് സന്ദർശിക്കും. ഐദർ യു ബിലീവ് മീ ഓർ യു ഡോണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം അല്ലെങ്കിൽ നീ വിശ്വസിക്കണ്ട. ദ പ്രൈസ് ഗോസ് ടു ഐദർ യു ഓർ ഹിം. സമ്മാനം ഒന്നുകിൽ നിനക്ക് കിട്ടും അല്ലെങ്കിൽ അവന് കിട്ടും. ഐദർ ദ കീസ് ആർ ഓൺ ദ ടേബിൾ ഓർ ഇൻ ദ ഡ്രോയർ. ഒന്നുകിൽ ഈ താക്കോലുകളൊക്കെ മേശപ്പുറത്തുണ്ടാവും അല്ലെങ്കിൽ ഡ്രോയറിലുണ്ടാവും. വി വിൽ ഐദർ ഈറ്റ് ഔട്ട്സൈഡ് ഓർ ഓർഡർ ഇൻ. ഒന്നുകിൽ നമ്മൾ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ ഓർഡർ ചെയ്യും. ഷീ വിൽ ഐദർ സ്റ്റഡി മെഡിസിൻ ഓർ എഞ്ചിനീയറിംഗ്. ഒന്നുകിൽ അവൾ എന്ത് ചെയ്യും, മെഡിസിൻ എടുക്കും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എടുക്കും, പഠിക്കും. യു ഷുഡ് ഐദർ വർക്ക് ഹാർഡർ ഓർ ചേഞ്ച് യുവർ പ്ലാൻ. ഒന്നുകിൽ നീ നന്നായിട്ട് പണിയെടുക്കണം അല്ലെങ്കിൽ പ്ലാൻ ഒന്ന് മാറ്റണം. ഐദർ മൈ മം ഓർ ഡാഡ് വിൽ പിക്കപ്പ് മീ. ഒന്നുകിൽ ഉമ്മ വരും അല്ലെങ്കിൽ വാപ്പ വരും. അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യും, എന്നെ പിക്ക് ചെയ്യാൻ വരും. വി മസ്റ്റ് ഐദർ ഫിനിഷ് ദിസ് ടുഡേ ഓർ പോസ്റ്റ്പോൺ ഇറ്റ്. ഒന്നുകിൽ നമ്മൾ ഇന്ന് തന്നെ ഈ ടാസ്കുകൾ തീർക്കണം അല്ലെങ്കിൽ അത് നീട്ടി വെക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഐദർ ഓർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അല്ലെങ്കിൽ, രണ്ടാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐദർ ഓർ എന്ന് പറഞ്ഞാൽ രണ്ടിൽ ഏതെങ്കിലും ഒരാൾ അതിൽ ഇൻവോൾവ് ആവും. ഇവിടെ നൈദർ നോർ എന്ന് പറഞ്ഞാൽ രണ്ടാളും ഇല്ല. നേരത്തെ പറഞ്ഞു ഒന്നുകിൽ പഠിക്കണം അല്ലെങ്കിൽ പണിക്ക് പോകണം. ഇത് പഠിക്കുകയില്ല പണിക്കുകയില്ല. നൈദർ സ്റ്റഡി നോർ ഗോ ജോബ്. അതാണ് ഈ സാധനം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. നൈദർ ദ ബോയ്സ് നോർ ദ ഗേൾസ് വെർ റെഡി. ആൺകുട്ടികളും റെഡി ആയിരുന്നില്ല പെൺകുട്ടികളും റെഡി ആയിരുന്നില്ല. ഷീ സ്പീക്സ് നൈദർ ഇംഗ്ലീഷ് നോർ ഹിന്ദി. ഇംഗ്ലീഷുകൾ സംസാരിക്കൂല ഹിന്ദിയും സംസാരിക്കൂല. ഐ ലൈക്ക് നൈദർ ടീ നോർ കോഫി. ചായ എനിക്കിഷ്ടമില്ല കോഫിയും എനിക്കിഷ്ടമില്ല. ഹീ ഈസ് നൈദർ ഹാപ്പി നോർ സാഡ്. അവൻ സന്തോഷവാനും അല്ല സങ്കടപ്പെട്ടവനും അല്ല. ദ ആൻസർ ഈസ് നൈദർ റൈറ്റ് നോർ റോങ്. ഈ ഉത്തരം ശരിയാന്ന് പറയാൻ പറ്റൂല തെറ്റാന്ന് പറയാൻ പറ്റൂല. വി സോ നൈദർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ്. ഞങ്ങൾ ടീച്ചറെയും കണ്ടില്ല വിദ്യാർത്ഥികളെയും കണ്ടില്ല. നൈദർ ജോൺ നോർ പീറ്റർ കെയിം ടു ദ മീറ്റിംഗ്. ജോണും പീറ്ററും മീറ്റിങ്ങിന് വന്നിട്ടില്ല, രണ്ടാളും മുങ്ങി. നൈദർ നോർ വരുമ്പോഴാണ്. അതേസമയം അവിടെ ഐദർ ജോൺ ഓർ പീറ്റർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ എന്നുള്ള അർത്ഥം കിട്ടും. ഏതെങ്കിലും ഒരാൾ മീറ്റിങ്ങിന് വന്നു എന്നാവും.
ഐ ഫൗണ്ട് നൈദർ മൈ ഫോൺ നോർ മൈ വാലറ്റ്. എനിക്ക് എൻ്റെ ഫോണും കാണാൻ പറ്റിയില്ല, എൻ്റെ പേഴ്സും കാണാൻ പറ്റിയില്ല, രണ്ടും മിസ്സായി. ഷീ ഇൻവൈറ്റഡ് നൈദർ ഹിം നോർ ഹിസ് ബ്രദർ. അവനെയും വിളിച്ചില്ല, അവൻ്റെ സഹോദരനെയും വിളിച്ചിട്ടില്ല. ഹീ കംപ്ലീറ്റഡ് നൈദർ ഹോംവർക്ക് നോർ ദ പ്രൊജക്റ്റ്. അവൻ ഹോംവർക്കും പൂർത്തിയാക്കിയില്ല, പ്രൊജക്റ്റും പൂർത്തിയാക്കിയില്ല. ദ വെദർ ഈസ് നൈദർ ഹോട്ട് നോർ കോൾഡ്. ഇവിടുത്തെ കാലാവസ്ഥ ചൂടും അല്ല തണുപ്പും അല്ല. സോറി. ദ ഫുഡ് വാസ് നൈദർ സ്പൈസി നോർ സ്വീറ്റ്. ഈ ഭക്ഷണം അധികം മസാല ഉള്ളതൊന്നല്ലായിരുന്നു, അതുപോലെ തന്നെ അധികം മധുരമുള്ളതല്ലായിരുന്നു. ദ ചൂസ് നൈദർ ദ റെഡ് വൺ ഓർ നോർ ദ ബ്ലൂ വൺ. ചുവന്നതും നീലയൊന്നും അവരെടുത്തില്ല, അവർ തിരഞ്ഞെടുക്കൂല. ഹീ ഈസ് നൈദർ റിച്ച് നോർ പുവർ. പൈസക്കാരനല്ല പാവപ്പെട്ടവരനല്ല. ഐ റിമെമ്പർ നൈദർ ദ നെയിം നോർ ദ ഫേസ്. ഇതിൻ്റെ പേരും എനിക്ക് ഓർമ്മയില്ല, മുഖം ഓർമ്മയില്ല. ഷീ വെയർസ് നൈദർ ഗോൾഡ് നോർ സിൽവർ ജ്വല്ലറി. അവൾ സ്വർണവും നടക്കുന്നില്ല, അല്ലെങ്കിൽ സ്വർണ്ണോ വെള്ളിയോ ഒന്നും അവർ ധരിക്കുന്നില്ല. വി വിസിറ്റഡ് നൈദർ ദ മ്യൂസിയം നോർ ദ പാർക്ക്. മ്യൂസിയവും നമ്മൾ സന്ദർശിച്ചിട്ടില്ല, പാർക്കും സന്ദർശിച്ചിട്ടില്ല. ഹി ആൻസേർഡ് നൈദർ ദ കോൾ നോർ ദ മെസ്സേജ്. കോളിനോ മെസ്സേജിനോ ഒന്നും ഓനൊരു മറുപടിയും കൊടുത്തിട്ടില്ല. ഐ ട്രസ്റ്റ് നൈദർ ഓഫ് ദം. അവളെ രണ്ടാളെ എനിക്ക് വിശ്വാസമല്ല. അവിടെ നമ്മൾ ഐ ട്രസ്റ്റ് ഐദർ ഓഫ് ദം എന്ന് പറഞ്ഞാൽ അവരിൽ രണ്ടാളിൽ ഒരാളെ എനിക്ക് വിശ്വാസമാണെന്ന് അർത്ഥം കിട്ടും. ഇവിടെ ഐ ട്രസ്റ്റ് നൈദർ ഓഫ് ദം, രണ്ടാളെ എനിക്ക് വിശ്വാസമില്ല. ദേ ആക്സെപ്റ്റഡ് നൈദർ ദ ജോബ് നോർ ദ ഓഫർ. അവർ ജോലിയും അംഗീകരിച്ചില്ല, അതുപോലെ തന്നെ ഓഫർ അവർ അംഗീകരിച്ചില്ല. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേ.